നമസ്കാരം. 3.20 കോടി രൂപ മാസവാടക നൽകി ഹെലികോപ്റ്ററിൽ പറക്കുന്ന മുഖ്യനുള്ള നാടാണ് നമ്മുടെ കേരളം. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അന്യസംസ്ഥാനത്തിലെ ആളുകളും രാജ്യവും ഒക്കെ കരുതുന്നത് കേരളം അതിവികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് എന്ന്. ഇനി ഇവിടെ വികസിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല, കേരളത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു കഴിഞ്ഞു എന്നൊക്കെയാണ് തോന്നുന്നതെങ്കിൽ പോലും ഇത്തരത്തിൽ സർക്കാർ പണം ചിലവിടുന്നത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്കാണ് അറിയുന്നത്. അതായത് കേരളത്തിലെ സാധാരണക്കാർക്കറിയാം നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നും ഇവിടുത്തെ സർക്കാർ എത്രത്തോളം ദൂർത്ത് നടത്തുന്നുണ്ട് എന്നും. സാധാരണഗതിയിൽ ഒരിക്കലും പട്ടിണിയിലാകാത്ത സർക്കാർ ഉദ്യോഗസ്ഥരടക്കം പിണറായി സർക്കാരിന്റെ കാലത്ത് പട്ടിണിയിലാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തിനു ഉദ്യോഗസ്ഥരെ മാത്രം ചൂണ്ടിക്കാട്ടുന്നു? വിദ്യാർത്ഥികൾ പോലും പട്ടിണി കിടക്കേണ്ടുന്ന അവസ്ഥയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരിക്കുന്നത്. ആദ്യകാലത്തിലൊക്കെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള പ്രധാന കാരണത്തിൽ ഒന്നായിരുന്നു ഉച്ചക്കഞ്ഞി എന്നത്. ഒരു നേരത്തെ വിശപ്പടക്കാൻ ആ ഉച്ചക്കഞ്ഞിയെ കൊണ്ട് സാധിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയും സമാധാനവും തന്നെയായിരുന്നു പല വിദ്യാർത്ഥികളും പണ്ട് കാലത്തൊക്കെ സ്കൂളുകളിൽ എത്തിയത്. എന്നാൽ ഇന്നിപ്പോ കുട്ടികളെ പട്ടിണി കിടാതിരിക്കണമെങ്കിൽ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക എന്നുള്ള നിലപാടിലേക്ക് എത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കാരണം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് സർക്കാർ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാർ കൈമലർത്തുകയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. സർക്കാർ കൈമലർത്തിയാലും വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാനോ പട്ടിണിക്കിടാനോ സാധിക്കില്ല എന്നതുകൊണ്ട് മാത്രം അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് സ്വന്തം കീശയിൽ നിന്ന് ഫണ്ടിറക്കി ചില അധ്യാപകരൊക്കെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി നൽകുന്നത് സ്ഥിരമാക്കുന്നു. അപ്പോഴും സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല. സർക്കാർ ഏത് പുറത്താണെന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഇതോടെ എത്രയോ അധ്യാപകരുടെ സാമ്പത്തിക നഷ്ടം വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട്. അധ്യാപകരുടെ കീശ കീറി എന്ന് മാത്രമാണ് മിച്ചം. എന്നാൽ ഇനിയും ഈ തരികിട ഇനി കേരളത്തിൽ നടക്കില്ല എന്നും അതിന് കൃത്യമായി വിദ്യാർത്ഥികൾക്കായി നൽകാനുള്ള തുക നൽകേണ്ടുന്ന അവസരമാണ് ഇത് എന്നുമൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കോടതി സംസ്ഥാന സർക്കാരിന് കത്രിക പൂട്ടിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യമാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൃത്യമായ തുക നൽകേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കുടിശ്ശിക 2 ആഴ്ചയ്ക്കകം നൽകണം എന്നതാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. ഫണ്ട് അനുവദിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിൽ ഹൈക്കോടതി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന അധ്യാപകരുടെ സംഘടനയായ KPPHAയും KPSHAയും നൽകിയിട്ടുള്ള ഹർജിയിലാണ് കോടതി ഈ നിർണായകമായ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കുടിശ്ശിക നൽകാത്തത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കുടിശ്ശിക നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇനി കേസ് പരിഗണിക്കുന്ന ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സമയബന്ധിതമായി ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. കോടതി ഇതിന് സർക്കാർ അടിയന്തര നടപടി കൈക്കൊള്ളുമെന്നും ഓർമ്മപ്പെടുത്തി. കേസ് ഒക്ടോബർ 14 വീണ്ടും പരിഗണിക്കുമെന്നും അറിയിച്ചു. ഉച്ചഭക്ഷണത്തിൽ പാൽ, മുട്ട എന്നിവയൊക്കെ നൽകേണ്ടതുണ്ട്. ആവശ്യമായിട്ടുള്ള തുക അഡ്വാൻസായി നൽകാൻ അടിയന്തര നടപടി എടുക്കണമെന്നുമാണ് ഇപ്പോൾ KPPHA സംസ്ഥാന ജനറൽ സെക്രട്ടറി G. സുനിൽകുമാർ ഉൾപ്പെടെയുള്ള സംഘം ആവശ്യപ്പെട്ടത്. അതിനൊരു നടപടി ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്ക് മാറ്റം വരുത്തേണ്ടുന്ന സാഹചര്യമാണെന്ന് കോടതി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഇനിയും വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കാനാകില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്.